ഡിജിപിയായി റവാഡ ചന്ദ്രശേഖർ വരുന്നു. തീരുമാനം നിർണായകമായ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇൻചാർജ് ഡിജിപി എന്ന ഓപ്ഷനിലേക്കൊന്നും സർക്കാർ പോയില്ല. റവാഡ ചന്ദ്രശേഖറിനെ UPSC പട്ടികയിൽ തന്നെയുള്ള റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നു മന്ത്രിസഭാ യോഗത്തിൽ. അനു ചേർന്നു വിവരങ്ങളുമായി. അനു, ഒടുവിൽ UPSC ചുരുക്കപ്പട്ടികയിലുള്ള ആളെ തന്നെ നിയമിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് റവാഡയിലേക്ക് എത്തിയത് തീരുമാനം? ലക്ഷ്മി, സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി DGP റവാഡ ചന്ദ്രശേഖരനെ അല്പസമയം മുമ്പ് ചേർന്ന ഓൺലൈൻ മന്ത്രിസഭ പ്രത്യേക യോഗം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് റവാഡ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം. നിലവിൽ അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടറാണ്. അതുകൂടാതെ ക്യാബിനറ്റ് സെക്യൂരിറ്റി സെക്രട്ടറി എന്ന ഒരു സ്ഥാനത്ത് കൂടെ അദ്ദേഹം ഉണ്ട്. ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ്. തലശ്ശേരി ASP ആയി 1994 അദ്ദേഹത്തിൻ്റെ സർവീസ് തുടങ്ങുന്നത്. പക്ഷേ അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസ് നടക്കുമ്പോൾ അവിടെ ASP ആയിരുന്നു. അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ പ്രതിയാക്കി 2012 ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. ഏതായിരുന്നാലും അല്പസമയം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗം റവാഡ ചന്ദ്രശേഖരൻ എന്ന IPS 1991 ബാച്ച് ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച വിവരം മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയതാണ്. അത് ഇന്നലെ തന്നെ സംസ്ഥാന പോലീസ് ചീഫ് താങ്കളാണ് എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. അത് ഇന്ന് ക്യാബിനറ്റിൽ അത് വരികയും ചെയ്തു. KAP 2ാം ബറ്റാലിയനിലും 3ാം ബറ്റാലിയനിലും അദ്ദേഹം കമാൻഡന്റായി ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി ബോസ്നിയയിലും സുഡാനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. SP ആയിരിക്കും SP റാങ്കിലുള്ള അന്നത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും DIG ആയിരിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ IG ആയിരിക്കുകയാണ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. IB ആസ്ഥാനത്ത് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. IB ആസ്ഥാനത്തും അതുകൂടാതെ ഭുവനേശ്വർ, ഹൈദരാബാദ്, വിജയവാഡ എന്നിവിടങ്ങളിൽ IB ഡെപ്യൂട്ടി ഡയറക്ടറായി. അതിനുശേഷമാണ് വിജയവാഡ, മുംബൈ എന്നിവിടങ്ങളിൽ IB അഡീഷണൽ ഡയറക്ടറായി അദ്ദേഹം എത്തുന്നത്. 2023 അദ്ദേഹത്തിന് DGP റാങ്ക് ലഭിക്കുകയും അദ്ദേഹത്തെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തുകയും ചെയ്തു. ശാസ്ത്രത്തിൽ ബിരുദധാരിയാണ് റവാഡ ചന്ദ്രശേഖർ. വിശിഷ്ട സേവനത്തിന് 2015 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിനും സുസ്ഥിര സേവനത്തിന് 2009 ഇന്ത്യൻ പോലീസ് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന IPS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന ഒരാൾ. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന പദവിയിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തേക്ക് എത്തുന്നു. അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് നമുക്കറിയാം. UPSC നൽകിയ പട്ടികയിൽ 3 പേരുകാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് കേഡർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. പക്ഷേ അദ്ദേഹം BSF ഡയറക്ടറായിരിക്കും അദ്ദേഹത്തെ അസാധാരണമായി കേരളത്തിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനും അദ്ദേഹം വില്ലിംഗ് അറിയിച്ചെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഈ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ ചില വിമുഖത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും 2ാം പേരുകാരനാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹം മുഖ്യമന്ത്രി നേരിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നതിന് താല്പര്യം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടുകൂടി റവാഡ ചന്ദ്രശേഖരനെ ഈ തീരുമാനം, അതായത് മന്ത്രിസഭ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തീരുമാനം അദ്ദേഹത്തെ അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് റവാഡ ചന്ദ്രശേഖരനെ ഷേഖ് ദർവേസ് സാഹിബിൻ്റെ പിൻഗാമി സംസ്ഥാന പോലീസ് തലപ്പത്തേക്ക് എത്തിക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിരിക്കുന്നത്.